ഹലോ, വെൽക്കം ബാക്ക് ടു മറിയംസ് വ്ലോഗ്. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല ബിസി ആയിരുന്നു, അതാട്ടോ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പം രാവിലെ മുതലുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഉള്ളതാണ് ഇതൊക്കെ. അപ്പം രാവിലെ ചായ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണിത്. എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിയിലോട്ടൊക്കെ ചുമ്മാ ഇറങ്ങി നോക്കിയതാണ്. നല്ല മഴക്കോറുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പം ചിക്കനൊക്കെ ഇതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ അപ്പത്തിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പവും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കുന്നത്, ദോശയും ചിക്കൻ കറി. അപ്പം ദോശയൊക്കെ ചുടാൻ പോവാണ്. അപ്പം ദോശ ചൂടാൻ ആദ്യത്തെ ദോശ ചൂടുമ്പം ശരിയാവുന്നില്ലല്ലോ. അപ്പം ആദ്യത്തെ ദോശ ചൂടാനുള്ള ഇതാണ് കാണുന്നത്. എല്ലാം ഉമ്മയായിട്ടാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, വലിയ ശരിയായിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദോശ മാത്രമല്ല, ചപ്പാത്തിയും കൂടെ ഉണ്ട്. കഴിഞ്ഞപ്പം ചപ്പാത്തിയും കൂടെ ചുട്ടു. ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും ആട്ടോ വെച്ചത്. ചപ്പാത്തി ചുട്ടെടുത്താൽ മാത്രം മതിയല്ലോ. അങ്ങനെ ദോശയും ചപ്പാത്തിയും ഒക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് മഴയല്ലേ, പുറത്തൊക്കെ നല്ല മഴക്കാറുണ്ട്, എല്ലായിടത്തും മഴയല്ലേ. എന്താ നമ്മുടെ ദോശയും ഒക്കെ റെഡിയായി. ദോശയുടെ ഒക്കെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയായിരിക്കുമല്ലേ, ഫുൾ മഴ മൂടായിരിക്കുമല്ലോ. എല്ലാവർക്കും സുഖമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ വീണ്ടും നമ്മുടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട്. അപ്പം കുറേ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാട്ടോ ചപ്പാത്തി ചുട്ടത്. വെളിയിൽ കണ്ടില്ല, ഇപ്പം മഴയൊന്നും ഇല്ലാതെ ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്താണേലും മഴയൊന്നും ഇല്ല, നല്ല വെയിലാണ്. മേഘങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു, വെറുതെ ഒരു ഇടം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി, അങ്ങനെ കുറച്ച് ദൂരം നടന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴി നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ. കണ്ടില്ലേ, റോഡൊക്കെ നല്ല നനഞ്ഞ് കിടക്കുവാണ്. നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണ്, കാണുമ്പോഴേ മനസ്സിലാകും. എന്നാണേലും ഞാൻ തിരിച്ചു പോയപ്പോൾ മഴയില്ലായിരുന്നു, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് മഴ പെയ്തു കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഉമ്മിലെ മാങ്ങ എല്ലാം കഴുകാൻ വേണ്ടി പോവുകയാണ്. അപ്പം മാങ്ങ സീസണല്ലേ, അപ്പം ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. അപ്പം ഇത് അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് കുടിക്കാമെന്ന് വെച്ച് കുറച്ച് ജ്യൂസ് മുന്തിരി വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, കോവയ്ക്ക അല്ലല്ലോ, ഇത് വെണ്ടയ്ക്ക അല്ലേ, വെണ്ടയ്ക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കുക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുത്താൽ മതി. അതിനിടയ്ക്ക് ഞാൻ മാങ്ങയും തിന്നുന്നുണ്ട് കേട്ടോ, അച്ചാറിൻ്റെ മാങ്ങ. അതിൻ്റെ ഇടയ്ക്ക് അച്ചാറിടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് പപ്പടം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പടം ഓരോന്നോരോന്നായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ ഈ എണ്ണയിൽ തന്നെ അച്ചാറുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് ചിക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോവാണ്.
എല്ലാം എടുത്ത് സെറ്റാക്കി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോന്നിനും ഇപ്പോൾ തപ്പുണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചെടുത്ത് ഇടിച്ചിടുക ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിലെല്ലാം നന്നായിട്ട് കിട്ടും. അച്ചാറ് പൊടി ചേർത്ത് ഉണ്ടാക്കാറില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. എനിക്ക് അച്ചാറ് പൊടിയൊക്കെ ചേർക്കാറുള്ള സാധാരണ പൊടികളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനത്തെ ഇഷ്ടം? നിങ്ങൾ കടയിൽ നിന്ന് തന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങുവാണോ? അതോ ഞങ്ങളങ്ങനെ അച്ചാറൊന്നും അങ്ങനെ എന്നും ഉണ്ടാക്കുന്നവരൊന്നുമല്ല. പിന്നെ ഇപ്രാവശ്യം കുറേ വട്ടം ഉണ്ടാക്കി കേട്ടോ. കുറേ മാങ്ങ എല്ലാം കിട്ടിയപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി എടുക്കുന്ന അച്ചാർ എനിക്കിഷ്ടം. അല്ലാതെ ഒത്തിരി പൊടികളൊക്കെ ചേർത്ത് അങ്ങനത്തെ എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതെന്ത് മീനാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഇനി ഈ മീനാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഇത് വെട്ടാൻ വേണ്ടി ഉമ്മി പോയപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്ത കേട്ടോ. നീളം കണ്ടില്ല, നീളമുള്ള മീൻ. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേരെന്താ ഞങ്ങളിതിനെ പറയുന്നത്? പാമ്പാട അങ്ങനെ എന്തോ കേട്ടോ അറിയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ തന്നെയാണോ? കമൻറ്റ് ചെയ്യണേ. അത് കോവയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അച്ചാറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിരുന്നു അച്ചാറിന്. പിന്നെ ഇതാ ഇടയ്ക്ക് പൊറോട്ട മേടിച്ചുകൊണ്ടുവന്നു. അപ്പം പൊറോട്ട ഞാൻ ചുമ്മാ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ച കേട്ടോ. വൈകിട്ട് കഴിച്ചാണ്, ചോറൊക്കെ ഉണ്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ചായയും ഉള്ളിവടയും ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ ദിൽക്കുഷ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ കഴിച്ച്. പിന്നെ കണ്ടില്ല, മഴയൊക്കെ നന്നായിട്ട് പെയ്ത് വഴിയൊക്കെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുവാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുക, തോർന്നിട്ടൊന്നുമില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. വീഡിയോയിൽ കണ്ടില്ല, ചെറുതായിട്ട് കാണുന്നേ ഉള്ളൂ. നല്ല ശക്തിക്കാണ് മഴ പെയ്യുന്നത്. മഴ പെയ്താൽ വഴിയൊക്കെ ഫുള്ളും വെള്ളമായിരിക്കുക അല്ലേ. വലിയ വേനൽ കഴിഞ്ഞിപ്പം മൊത്തം മഴയായല്ലേ. രാവിലെ വെയിലും അത് ഇനി കുറച്ച് കഴിഞ്ഞ് പിന്നെ മഴയും. ഇവിടെ അങ്ങനെയായിട്ട് ഇപ്പോൾ രാവിലെ നല്ല വെയിലായിരിക്കും, പിന്നെ പെട്ടെന്നായിരിക്കും ക്ലൈമറ്റൊക്കെ മാറി മൊത്തം ഇരുണ്ട് മൂടുന്നത്. പിന്നെ ഫുള്ള് മഴയായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഞാനിങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന് വീഡിയോ എടുത്തേട്ടാ. നല്ല മഴ പെയ്യുന്നുണ്ട്, വീഡിയോയിൽ അത്രയും കാണുന്നില്ല, പക്ഷെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും മഴ മൂടായിരിക്കുമല്ലോ. മഴയത്ത് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നില്ല, നല്ല വിശപ്പല്ല. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവധിയായതുകൊണ്ട് ഫ്രീയാണ്, വീട്ടിൽ തന്നെയാണല്ലോ, വേറെ പരിപാടീസൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതെന്താന്നൊരു സൂത്രം കാണിച്ചുതരാം നിങ്ങളെ. എന്താ മനസ്സിലായോ? മാങ്ങ, ശർക്കര മാങ്ങ ആണ്. മാങ്ങ ശർക്കരയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുക്കി കഴിക്കത്തില്ലേ? നിങ്ങളെന്താ അതിന് പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കിയത് കണ്ണിമാങ്ങ കിട്ടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ഇതൊക്കെ നൊസ്റ്റു അല്ലേ? ഇപ്പം എല്ലാവരും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി പുതിയ വീഡിയോസായിട്ട് വരാം കേട്ടോ. ബൈ.